ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ ജിയോ ഫിസിസ്റ്റ് എന്ന പോസ്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് തരുന്നത്. ലാസ്റ്റ് PSCയുടെ കമ്മീഷൻ ഡിസിഷൻ പ്രകാരം ഈ 16 ഡിസംബർ 2024 ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. ഈ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ മറക്കാതെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ തൊട്ട് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത്, ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 002/2011, അതായത് 2011 ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ജിയോ ഫിസിക്സ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്സ്. ഇതായിരുന്നു ഇതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് ദ എബോ ക്വാളിഫിക്കേഷൻ, അതായത് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ജിയോ ഫിസിക്സ് ആൾക്കാരില്ലെങ്കിൽ, കാൻഡിഡേറ്റ്സ് ഇല്ലെങ്കിൽ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫിസിക്സിൻ്റെ വേറെ ബ്രാഞ്ചിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്. 50% മാർക്സ് വേണം, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഉള്ളൊരു കൺസിഡറേഷൻ. ഇനി അതേപോലെ എന്താണ് ജിയോ ഫിസിക്സിൽ ആളില്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കൂ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ സമയത്ത് ഞാൻ പറഞ്ഞില്ല 2011 നടന്നത്. അപ്പോൾ ആ ഒരു സമയത്തെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 11,070 to 18,450 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്കെയിൽ ഓഫ് പേ ഒന്നും അല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം പുതിയ സ്കെയിൽ ഓഫ് പേ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്തായാലും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്കെയിൽ ഓഫ് പേ തന്നെ ആവാനാണ് സാധ്യത. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. എല്ലാ എക്സാമുകളിലും പറയുന്ന ഒരു ഏജ് ലിമിറ്റ് തന്നെയാണ്, അത് ഇവിടെയും ബാധകമായിട്ട് വന്നിട്ടുണ്ട്, 18 to 36. ഇനി ഇതിൻ്റെ ലാസ്റ്റ് എക്സാം നടന്ന സമയത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 24/11/2016 റാങ്ക് ലിസ്റ്റ് എഫക്റ്റ് ആയത്. ഇനി അന്ന് ലിസ്റ്റ് വന്ന സമയത്ത് അതിൻ്റെ മെയിൻ കട്ട് ഓഫ് എന്ന് പറയുന്നത്, കട്ട് ഓഫ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.33 ആയിരുന്നു. മാക്സിമം മാർക്ക് വന്നേക്കുന്നത് 43.67 ആണ്, ടെസ്റ്റിൽ നിന്നുള്ള മാർക്കാണ്. ഇനി ഇതുവരെ എത്ര അഡ്വൈസ് നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 അഡ്വൈസാണ് നടന്നിട്ടുള്ളത്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 6 ഓക്കെ, സപ്ലിമെൻ്ററി എന്നൊരു കാൻഡിഡേറ്റിനെയും കൂടെ സെലക്ട് ആയിട്ടുണ്ട്. അതാണ് 7 അഡ്വൈസ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് PSCയുടെ അഡ്വൈസ് പേജ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. അതിൽ നമുക്ക് ഈ പറയുന്നുണ്ട്, ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് പറയുന്നുണ്ട് 16/5/2018 വരെയുമാണ് ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് നടന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വിളിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്തുവന്നാലും അത്യാവശ്യം വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. റിട്ടയർമെൻറ്റ് വേക്കൻസിയും പ്രൊമോഷൻ വേക്കൻസിയും ഒക്കെ വരുമ്പം ഇതിന് വേക്കൻസി വരാൻ സാധ്യതയുള്ളൊരു പോസ്റ്റുമാണ്. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിൻ്റെ സിലബസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വെബിനാർ, ഫ്രീ വെബിനാറാണ് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ വെബിനാർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ നമ്മളൊരു കമൻറ്റ് ബോക്സിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ടാവും, അതിൽ കയറി ഫിൽ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.